ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. 36 റൺസിനാണ് ഗുജറാത്തിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 8 വിക്കറ്റിന് 196 റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. സായ് സുദർശന്റെ 63 റൺസ് പ്രകടനവും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും ബൗളിംഗുമാണ് ഗുജറാത്തിന് ജയം എളുപ്പമാക്കിയത്. അഹമ്മദാബാദിൽ ഇത് 4ാം തവണയാണ് ഗുജറാത്തിനോട് മുംബൈ തോൽക്കുന്നത്. ഇത്തവണ മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണം ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണെന്ന് പറയാം. പ്രതീക്ഷിച്ച താരങ്ങളൊന്നും അവസരത്തിനൊത്ത് ഉയരാത്തതാണ് തുടർച്ചയായ 2ാം തോൽവിയിലേക്ക് മുംബൈയെ തള്ളിയിട്ടത്. പവർ പ്ലേയിൽ ഫീൽഡർമാരും ബോളർമാരും പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ല എന്നും ടീം കരുതിയാലും 25 റൺസിലധികം ഗുജറാത്ത് നേടിയെന്നുമാണ് ഹർദിക് പറയുന്നത്. മുംബൈയുടെ ശക്തി ബോളർമാരാണ്. ഇത്തവണ ട്രെന്റ് ബോൾട്ട്, ദീപക് ചാഹർ എന്നീ 2 പേസർമാരാണ് മുംബൈയുടെ പേസ് നിരയെ നയിക്കുന്നത്. പരിക്കേറ്റ് പുറത്തുള്ള ജസ്പ്രീത് ബുംറ തിരിച്ചെത്താൻ വീണ്ടും സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ബോൾട്ടിനെയും ദീപകിനെയും വിശ്വസിച്ചാണ് മുംബൈ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവർക്ക് പവർ പ്ലേയിൽ വിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. രണ്ടുപേരും പവർ പ്ലേയിൽ മികവ് കാട്ടാത്തത് മുംബൈയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. ഗുജറാത്തിനെതിരെ ഹാർദിക് പാണ്ഡ്യ ബൗളിംഗിൽ തിളങ്ങിയിരുന്നു. 2 വിക്കറ്റുകളാണ് ഹാർദിക് നേടിയെടുത്തത്. ഗുജറാത്തിനെതിരെ മുംബൈ നടത്തിയ ചില പരീക്ഷണങ്ങളും പാളിപ്പോയിരുന്നു.